തൃശൂരിൽ വസ്ത്രവ്യാപാരശാലയിൽ വൻ തീപിടുത്തം. ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന സൂര്യ സിൽക്സിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചിട്ടുണ്ട്. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. സൂരജ്, എന്താണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയിലേക്ക് വരുന്നുണ്ടോ? നാശനഷ്ടങ്ങളുടെ കണക്ക്, അങ്ങനെയുള്ള വിവരങ്ങൾ എങ്ങനെയാണ് സൂരജ്? ഇന്ന് 12:10 കൂടിയാണ് ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള സൂര്യ സിൽക്സിൽ തീപിടുത്തമുണ്ടാകുന്നത്. അവിടെ ഈ AC തകരാറിലായതിനെ തുടർന്ന് അതിൻ്റെ ചില നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായുള്ള നിഗമനം. ഈ AC വലിയ ശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിക്കുകയും പിന്നീട് ഈ വയറിങ്ങിനുൾപ്പെടെ തീപിടിക്കുകയുമായിരുന്നു. പിന്നീട് ഫയർഫോഴ്സിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂരിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ഏറെ നേരത്തെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് തീ അണച്ചത്. ഈ തുണികളിലേക്ക് ഉൾപ്പെടെ തീ പടരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതൽ ആദ്യമേ തന്നെ ഫയർഫോഴ്സ് സ്വീകരിച്ചിരുന്നു. അതാണ് വലിയ രീതിയിൽ തീ ആളിക്കത്താതെ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് സാധിച്ചത്. എന്തായാലും തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ സ്ഥാപനത്തിനകത്തുള്ള പുക ഉൾപ്പെടെ പുറത്തു കളയുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാശനഷ്ടം അതിനുശേഷം മാത്രമായിരിക്കും കണക്കാക്കുക. ഈ AC-യിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തത്തിലേക്ക് വഴിതെളിച്ചതെന്നുള്ളതാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. TK. ശരി, സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.